ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകി. ഞെട്ടിപ്പിക്കുന്ന അതിഭയങ്കരമായ സംഭവങ്ങൾ തലയ്ക്ക് മീതെ കൂടെ പോയപ്പോഴും എന്നാൽ അവയാലൊന്നും ഒരു ദോഷവും സംഭവിക്കാതെ മഹാകാരുണ്യവാനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും നടത്തുന്ന വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വവും കർത്താവിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കുടുംബം ഇന്ന് പല വിവാഹ വേദികളിലും കേൾക്കുന്ന ഒന്നാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബമെന്ന്. എപ്പോഴാണ് കുടുംബജീവിതം ഇമ്പമുള്ളതായിത്തീരുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏദൻ തോട്ടത്തിൽ വെച്ചാണ് ആദ്യമായി ഒരു കുടുംബം ഉടലെടുക്കുന്നത്. യഹോവയായ ദൈവം 5 ദിവസങ്ങൾ കൊണ്ട് സകലവിധ ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. തൻ്റെ ആ സൃഷ്ടികളെയെല്ലാം ദൈവം നല്ലത് എന്ന് കണ്ടു. എന്നാൽ 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ എന്ന സൃഷ്ടിയെ ദൈവം നല്ലത് എന്ന് കണ്ടില്ല. ദൈവത്തിന് അറിയാമായിരുന്നു ഇത് മനുഷ്യനാണ്, ഈ മനുഷ്യൻ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഒപ്പിക്കുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യൻ എന്ന സൃഷ്ടിയെ നല്ലത് എന്ന് കണ്ടിരുന്നില്ല. എന്ന് വെച്ചാൽ മാറേണ്ടതും ശരിയാകേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ്. മനുഷ്യനാണ് ശരിയാകേണ്ടത്. മനുഷ്യൻ ശരിയായാൽ കുടുംബജീവിതവും അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. ആ കുടുംബജീവിതത്തിന് ഇമ്പമുള്ളതായിത്തീരും. അപ്പോഴാണ് ഈ കുടുംബം ഭൂമിയിലെ സ്വർഗം എന്ന ഉദ്ധരണിക്ക് അർത്ഥമുള്ളതായിത്തീരുന്നത്. ഒരു വീട് പണിയുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരു ഭവനം പണിതെടുക്കുവാൻ. ഇസ്രായേൽ ഗൃഹം പണിയുന്നതിൽ ലേയുടെയും റാഹേലിൻ്റെയും പങ്ക് വളരെ വലുതായിരുന്നു. ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനം നൽകുവാൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ദൈവിക വ്യവസ്ഥിതിയാണ് കുടുംബമെന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ഓരോ കുടുംബത്തെ ഒരുക്കുമ്പോഴും കർത്താവായ യേശുക്രിസ്തു എന്ന മണവാളനും സഭ എന്ന മണവാട്ടിയും തമ്മിലുള്ള ബന്ധം എന്ന ദൈവിക യാഥാർത്ഥ്യത്തെ കൂടുതൽ ബലപ്പെടുത്തുവാനാണ് ദൈവവും ആഗ്രഹിക്കുന്നത്. ഒരു കുടുംബജീവിതത്തിൽ എപ്പോഴും മുൻസ്ഥാനം ദൈവത്തിനായിരിക്കണം. ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ ആ കുടുംബജീവിതത്തിൽ ദൈവരാജ്യ മൂല്യങ്ങളായ സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം നമുക്ക് കാണുവാൻ കഴിയും. ഒരു മനുഷ്യൻ സ്നേഹത്താൽ നിറയപ്പെടണം. സ്നേഹം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ ജീവിതത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും അവയെല്ലാം സ്നേഹത്തിലൂടെ ക്ഷമിക്കുവാൻ നമുക്ക് കഴിയും. ഏത് സ്നേഹം? നമുക്ക് കാൽവറിയിലേക്കൊന്ന് നോക്കാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം കാണണമെന്ന് വിചാരിച്ച് പ്രിയപുത്രനായ ക്രിസ്തു കാൽവറി ക്രൂശിൽ തകർക്കപ്പെടുന്നത് കാണുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ആ സ്നേഹം, ആ ദൈവസ്നേഹം മനുഷ്യൻ്റെ ഉള്ളിൽ നിറയപ്പെടണം. ആ സ്നേഹം മനുഷ്യൻ്റെ ഉള്ളിൽ നിറയപ്പെട്ടാൽ അവിടെ ഇണക്കങ്ങൾക്കും പിണക്കത്തിനും സ്ഥാനമില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് കുടുംബജീവിതങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവവുമായി ഒരു യഥാർത്ഥ ബന്ധം പുലർത്തി നമ്മുടെ കുടുംബജീവിതം ധന്യകരമാക്കുവാൻ നമുക്ക് കഴിയണം. ബന്ധനങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കും യോശുവയോട് ചേർന്ന് പറയാം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതം ഏറ്റവും ധന്യകരമാക്കുവാൻ തീരുമാനമെടുക്കേണ്ടതും അതിനായി ശ്രമിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ കുടുംബജീവിതത്തെ കൂടുതൽ ധന്യകരമാക്കുവാൻ ദൈവകൃപയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.